എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിൽ പൂവിൽ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ആദ്യമായിട്ട് ഒരു യാത്ര പോവുകയാണ്. അതും മൂന്നാറിലോട്ട്. നല്ല ഹരിത മനോഹരമായൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ അവർ നല്ല രീതിയിൽ സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ മൂന്നാറിലോട്ടുള്ള യാത്ര തിരിക്കുകയാണ്. അതേസമയം സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി, നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും യാത്ര വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതെങ്ങനെ സച്ചി ഏട്ടാ, നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടല്ലൊരു യാത്ര പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ വീട് വിട്ട് ഒരു സ്ഥലത്ത് യാത്ര പോകുന്നത്. അത് സച്ചേട്ടനെ കൂടാകുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. അതല്ല രേവതി ഞാൻ ചോദിച്ചത്, നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടോയെന്ന്. ഇല്ല, നമ്മൾ തമ്മിൽ യാത്ര പോയിട്ടുണ്ടെന്ന് പറയാൻ ആ കൂടി അച്ഛമ്മയുടെ വീട്ടിലോട്ടല്ലേ നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ളൂ. അത് ശരിയാണല്ലോ, അല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പം നമ്മൾ മൂന്നാറിലോട്ട് പോകുന്നത്. ഇനി നമ്മൾ കൊടൈക്കനാൽ പോവും, ഊട്ടിയിൽ പോവും, മലേഷ്യയിൽ പോവും, അങ്ങനെ ഓരോരോ സ്ഥലം. ഇത്രയും സ്ഥലത്തൊക്കെ നമ്മൾ പോവും. നമ്മുടെ ബിസിനസ്സൊക്കെ ഒന്ന് നല്ലോണം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ യാത്ര പോകുമെന്ന് പറയും. അങ്ങനെ അവർ സന്തോഷിച്ച് നേരെ മൂന്നാറിലെത്തുകയാണ്. അങ്ങനെ അവിടെ വർഷത്തിൽ 14 വർഷത്തിൽ ഒരിക്കൽ പോകുന്ന നീലക്കുറിഞ്ഞിയുടെ കഥകളെക്കുറിച്ചൊക്കെ നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ മുരുകൻ്റെ അമ്പലത്തെക്കുറിച്ചും വല്ലിയെക്കുറിച്ചുമൊക്കെ രേവതിയോട് പറയും. അങ്ങനെ അതൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവർ തമ്മിൽ ശരിക്കും ഒരു ലവേഴ്സിനെ കണക്കാണ് അവിടെ പെരുമാറുന്നത്. അങ്ങനെ രേവതിയെ സന്തോഷം കൊണ്ട് സച്ചി എടുത്ത് ഉയർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ദൂരെ നിന്ന് കുറച്ച് ബോയ്സ് ഇങ്ങനെ കാണുകയാണ്. അവർ മൂന്നാർ കാണാനായിട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ്. ആ സമയത്ത് ഇവരുടെ ഇതൊക്കെ രീതികളൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കൊരു ഡൗട്ട് അടിക്കും. അവർ പറയും, കൊള്ളാമല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പറയും, എന്തായാലും ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് അവന്മാർ പറയുന്നുണ്ട്. ആ സമയത്ത് കൂട്ടത്തിലുള്ള വേറെ ആൾ പറയും, അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അല്ല, ഭാര്യ ഭർത്താക്കന്മാരാണ്, ഇത്ര സ്നേഹമൊന്നും കാണത്തില്ല. അപ്പോൾ അവളുടെ കഴുത്തിൽ താലിയുണ്ടല്ലോ, അത് വേറെ ആരുടെയെങ്കിലും ഭാര്യ ആയിരിക്കുമെന്ന് മറ്റൊരാൾ കമൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെ അവർ കമൻറ്റൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ സച്ചിൻ രേവതിയെ സൂക്ഷിച്ച് നോക്കിയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ കമൻറ്റിലൊക്കെ പറയുന്നത്. ഇതൊക്കെ രേവതി അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞ്, സച്ചിയുടെ ബാ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അവന്മാർ പറയും, മോളെ രേവതിയുടെ പേര് വിളിക്കുന്ന അവന്മാർ കേൾക്കുന്നുണ്ട്. മോളെ രേവതി, ഞങ്ങൾ വേണമെങ്കിൽ നിന്നെ എടുത്ത് ഉയർത്താം, ഇതിൽ മുകളിലോട്ട് ഞങ്ങളുടെ കൂടെ വരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി അവന്മാരെ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ചുട്ടുമ്പോഴത്തേക്ക് രേവതിക്ക് മനസ്സിലാവും സച്ചി ഭയങ്കര ദേഷ്യക്കാരനാണ്, അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട. പോരാങ്കിൽ ചന്ദ്രമതി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായ പിന്നെ അത് മതി. അങ്ങനെ രേവതി സച്ചി അനുനയിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഇവന്മാർ പിന്നെയും അവരെ വിടാതെ പിന്തുടരുകയാണ്. ഇവർ പോകുന്ന വണ്ടിയെ ഫോളോ ചെയ്ത് ബൈക്കിനകത്ത് അവന്മാരും വരുന്നുണ്ട്. പിന്നെയും വണ്ടി കുറുക്കൊണ്ട് വെക്കുകയും പിന്നെയും വണ്ടിക്കകത്തിരുന്ന് കമൻറ്റ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. സച്ചിക്ക് അങ്ങ് ക്ഷമകളും. രേവതി തടഞ്ഞിട്ട് നിൽക്കാതെ സച്ചി വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി, എന്തുകൊണ്ടാണ് നിനക്കൊക്കെ കുഴപ്പമെന്ന് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട്, പിന്നെ ഇനിയൊന്നും ഭാര്യ ഭർത്താക്കന്മാർ യാത്ര ചെയ്യുന്ന കണ്ടിട്ടില്ലയോ, അതിന് ഇവിടെ നിൻ്റെ ഭാര്യയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവും. അങ്ങനെ സച്ചി എടുത്തിട്ട് എല്ലാത്തിനെയും അങ്ങ് പഞ്ഞിക്കിടുകയാണ്. അതിനുശേഷം അവന്മാരെല്ലാം ഇടിച്ച് പഞ്ചറാക്കും. അവന്മാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇവൻ ഒരുത്തനല്ലേ ഉള്ളൂ, നമ്മൾ 4 പേരുണ്ടല്ലോ, നമുക്കൊരിക്കലും നമ്മൾ തോക്കത്തില്ലെന്ന് കരുതിയാണ് അവന്മാർ കമൻറ്റ് പറയാൻ ചെയ്തത്. പക്ഷേ സച്ചിക്ക് 4 പേരല്ല 40 പേരായാലും ഒരുപോലാന്നുള്ള കാര്യം അവന്മാർ അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ സച്ചി എല്ലാവരും ഇടിച്ച് പഞ്ചറായിക്കൊണ്ട് രേവതിയായിട്ട് നേരെ അങ്ങ് അവർക്ക് എടുത്തു കൊടുത്ത റിസോർട്ടിലോട്ട് വരികയാണ്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സച്ചി പുറത്തോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അവന്മാരും സച്ചിൻ്റെ രേവതിയെ ശല്യം ചെയ്ത അവരും എല്ലാവരും അവിടെ താമസിക്കുന്ന റിസോർട്ടിൽ തന്നെയാണ്. അങ്ങനെ അവരും അവിടെ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരുത്തനെ വിളിച്ചിട്ട് ഇവൻ പറയുന്നുണ്ട്, അത് നമ്മളെ തല്ലിയവനില്ലേ സച്ചി, അവൻ ഈ ഹോട്ടലിൽ റൂം എടുത്തേക്കെന്ന് പറയും. അത് നന്നായല്ലോ, അവനിട്ടൊരു പണി കൊടുക്കും, ഇന്ന് രാത്രി അവൻ്റെ കഥ ഞാൻ കഴിക്കുമെന്ന് പറയും. അങ്ങനെ അവൻ ഒരു കത്തിയൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം സച്ചി അവന്മാരെ കാണുന്നുണ്ട്. അങ്ങനെ സച്ചി പറയത്തില്ല. അതിനുശേഷം തിരിച്ച് രാത്രി വന്നിട്ട് ഇവരുടെ ഡോറിൽ അവർ മുട്ടുകയാണ്. ആരാന്ന് അറിയാൻ വേണ്ടി സച്ചി ഡോറ് തുറക്കുമ്പോൾ ഇവന്മാരാണ്. അങ്ങനെ അവന്മാർ 4 പേരും കൂടി ചേർന്ന് സച്ചിയെ അവിടെ ഇടിക്കുകയാണ്. ഇടിച്ചങ്ങ് സച്ചിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രേവതി അവന്മാർ പിടിച്ച് വലിച്ച് മുറിക്ക് പുറത്തിടാനും രേവതിയെ അപകടപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ബഹളമൊക്കെ ആവും. അങ്ങനെ രേവതി കിടന്ന് നിലവിളിക്കുക ചെയ്യുമ്പോഴത്തേക്ക് സച്ചി പിന്നെയും ശക്തിയായിട്ട് തന്നെ അവന്മാരെ അടിക്കുകയാണ്. പിന്നെയും സച്ചി അവിടുത്തെ അവന്മാരെ തല്ലി ചതയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹോട്ടലിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വരികയാണ്. റിസപ്ഷനിലൊക്കെ ആൾക്കാർ വരും. അങ്ങനെ എല്ലാവരും ചേർന്ന് അവന്മാരെ പിടിച്ച് പോലീസിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. സച്ചിയും രേവതിയും ആദ്യമായിട്ടൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. അതും ഇങ്ങനെ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയി, വഴക്കും ഒക്കെ ആയി. അപ്പം അതൊക്കെയാണ് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പം ഇനി അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.